ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ്. നമ്മുടെ ചതുരംഗത്തിൻ്റെ അടുത്ത നമ്മൾ ഒരു സീരീസ് പോലെയാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ ഏതാണ് തിരുവിതാംകൂർ LDCക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടി എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടുത്തത് ഏതാണ്, നമ്മുടെ പേഴ്സൻറ്റേജിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പേഴ്സൻറ്റേജിൽ മാർക്കിനി എങ്ങനെ, അതായത് പല പരീക്ഷകളും നമ്മളിനി മുന്നിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. LDC ആണെങ്കിൽ SBC ആയാലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പരീക്ഷയ്ക്ക് നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനം നമ്മൾ തറവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്തില്ല, പേഴ്സൻറ്റേജിൻ്റെ ഉത്തരങ്ങൾ തെറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പേഴ്സൻറ്റേജ് ആണ് പഠിക്കുന്നത്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാനതിൽ ക്ലബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവരെന്തായാലും ഏതെങ്കിലും ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഒന്നുകിൽ ഡിഗ്രി ലെവൽ പരീക്ഷയായിരിക്കും, അല്ലെങ്കിൽ +2 ലെവൽ, അല്ലെങ്കിൽ ഒരു 10th ലെവൽ, അല്ലെങ്കിൽ ഒരു 7th സ്റ്റാൻഡേർഡ്. അത് കാരണം നമ്മുടെ കമ്പനി ബോർഡ് LGSന് 7ാം ക്ലാസ് അല്ലെങ്കിൽ തതുല്യ യോഗ്യത എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ കാൻഡിഡേറ്റ്സിനും നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്ന ഒരു ക്ലാസ് തന്നെയാണ് ഇന്നത്തേത്. നമ്മൾ പേഴ്സൻറ്റേജിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ LJ002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, 500ന്റെ 20% എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 500ന്റെ 20% എത്രയാണ്? അപ്പോൾ 500 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 100 സോ 20% ഡിവൈഡഡ് ബൈ 100. 500ന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. 500ന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100. അടുത്തത് എന്താണ്, ഒരു സാധനത്തിന്റെ വില 800 ആയിരുന്നു, അത് 10% വില വർദ്ധിച്ചാൽ പുതിയ വില എത്രയാണെന്ന്. അപ്പോൾ ആദ്യം എത്രയായിരുന്നു? 100 എന്ന് പറയുന്നത് 800 ആണെങ്കിൽ 10%, അപ്പോൾ 110 എത്രയാണ്? അതായത് 100 + 10 110 എത്രയാണെന്ന് കണ്ടാൽ മതി. അപ്പോൾ 800 × 110 ഡിവൈഡഡ് ബൈ 100 അതെത്രയാണ്? 880. അടുത്തത്, രാമുവിൻ്റെ ശമ്പളം 20,000-ൽ നിന്ന് 25,000-ആയി വർദ്ധിച്ചു. ശമ്പളത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടായി? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം എത്രയായിരുന്നു? 20,000. ഇപ്പം എത്ര വർദ്ധിച്ചു? 5,000 വർദ്ധിച്ചു. അതായത് അങ്ങനെ 25,000. സോ 5,000 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5,000. ആദ്യ ശമ്പളം എത്രയായിരുന്നു? 20,000. ശമ്പളത്തിൻ്റെ വർധനവല്ലേ നമ്മളോട് ചോദിച്ചത്? × 100. ഇപ്പം എത്രയാണ്? 50/2 25% അദ്ദേഹത്തിന് വർധനവ് ഉണ്ടായിരിക്കുന്നത്. 25% വർധനവ് ഉണ്ടായിരിക്കുന്നത്. അടുത്തത് എന്താണ്, ഒരു നഗരത്തിലെ ജനസംഖ്യ ആദ്യ വർഷം 10% വർദ്ധിക്കുകയും 2ാം വർഷം 10% കുറയുകയും ചെയ്താൽ 2 വർഷത്തിന് ശേഷം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നോക്കിയ 10% ആദ്യം വർദ്ധിക്കുന്നു, വീണ്ടും 10% കുറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, -x² ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. അതായത് മൈനസ് എന്തായാലും കുറവാണ് ഉണ്ടാവുക, വർധനവൽ ഉണ്ടാവുക, കുറവാണ് ഉണ്ടാവുക. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 10% വർദ്ധിക്കുന്നു, 10% കുറയുന്നു. സോ 10ന്റെ സ്ക്വയർ എത്രയാണ്? 100/100. അപ്പോൾ എത്രയാണ്? -1. -1 എന്ന് പറഞ്ഞാൽ മൈനസ് ഉദ്ദേശിക്കുന്നത് അതിന് ഡിക്രിമെൻ്റ് ആണ് നടന്നത്, കുറവാണ് നടക്കുന്നത്. അപ്പോൾ എത്ര ശതമാനം? 1% കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, 1% കുറവ്. അടുത്തത് എന്താണ്, ഒരു പരീക്ഷയിൽ പാസ്സാകാൻ 40% മാർക്ക് വേണം. ഒരു വിദ്യാർത്ഥിക്ക് 250 മാർക്ക് ലഭിച്ചു, പക്ഷേ അയാൾ 30 മാർക്കിന് തോറ്റു. പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര? ഇതാണ് ചോദ്യം. ഒരു പരീക്ഷയിൽ പാസ്സാകണമെങ്കിൽ എത്ര ശതമാനം വേണം? 40% മാർക്ക് ലഭിച്ചാൽ മാത്രമേ പാസ്സാകൂ. ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 250 മാർക്ക്, ആ കുട്ടി 30 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250 30 കൂട്ടുക, എത്രയാണ്? 250 30 കൂട്ടിയാൽ 280. 40% എന്ന് പറയുന്നത് 250 ആണെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 280 × 100/40. 40 280 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. സോ എത്രയാണ് ആൻസർ? 700. 700 എന്ത്? ആകെ മാർക്ക്. മനസ്സിലായല്ലോ? അടുത്തത്, ഒരു സംഖ്യയുടെ 15% എന്നത് 60 ആയാൽ സംഖ്യ ഏത്?
ഒരു സംഖ്യയുടെ 15%, 15 എന്ന് പറയുന്നത് 60 ആണെങ്കിൽ സംഖ്യ ഏതെന്ന് അറിയണമെങ്കിൽ 100 അറിഞ്ഞാൽ പോരെ. സോ 60 ഇൻറ്റു 100/15, 15 4 60, സോ 400. എത്രയാണ്? 400. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 40 എന്നത് 200ൻ്റെ എത്ര ശതമാനമാണ്? 40 എന്ന് പറയുന്നത് 200ൻ്റെ എത്ര ശതമാനം? അപ്പോൾ അതെന്ത് ചെയ്താൽ മതി? 40 ഇൻറ്റു 100/200 അല്ലേ? അതായത് 40 എന്ന് പറയുന്നത് 100ൽ എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. 40 200ൽ എത്ര പ്രാവശ്യമാണ്? 5 പ്രാവശ്യം. 5 100ൽ എത്ര പ്രാവശ്യമാണ്? 20 പ്രാവശ്യം. സോ 20%. എത്രയാണ്? 20%. അടുത്തത്, ഒരു സാധനത്തിൻ്റെ വില 80ൽ നിന്ന് 100ആയി വർദ്ധിച്ചു. വിലയിലുണ്ടായ വർധനവ് എത്ര ശതമാനം? ഒരു സാധനത്തിൻ്റെ വില 80ൽ നിന്ന് 100 എന്ന് പറയുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 100 80 തമ്മിലുള്ള ഡിഫറൻസ് 20. ഇനി ഏതിൽ നിന്നാണ് പോയിരിക്കുന്നത്? 80ൽ നിന്ന് അല്ലേ? ആദ്യം 80 ആയിരുന്നു. അപ്പോൾ എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് വെച്ചാൽ ആദ്യത്തെ വാല്യൂ നമ്മൾ കാണേണ്ടത് 25% എന്ത് സംഭവിച്ചിരിക്കുന്നത്? വർധനവ് സംഭവിച്ചിരിക്കുന്നത്. 25% വർധനവ് സംഭവിച്ചു. അടുത്തത് എന്താണ്? ഒരാളുടെ ശമ്പളം ആദ്യം 20% വർദ്ധിക്കുകയും പിന്നീട് 20% കുറയുകയും ചെയ്താൽ അയാളുടെ ശമ്പളത്തിൽ വന്ന ആകെ മാറ്റം എത്ര? അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൈനസ് x² ഡിവൈഡ് ബൈ 100. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ഡിവൈഡ് ബൈ 100. അപ്പോൾ എന്താണ്? -4 ആണ്. അപ്പോൾ എന്താണ്? 4% എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഡിക്രിമെൻ്റ് 4% കുറവ് സംഭവിച്ചു. അടുത്ത്, ഒരു പരീക്ഷയിൽ ജയിക്കാൻ 35% മാർക്ക് വേണം. ഒരു കുട്ടിക്ക് 190 മാർക്ക് ലഭിച്ചു. അവൻ 20 മാർക്കിന് തോറ്റു. പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര? അപ്പോൾ ആ കുട്ടിക്ക് ഒരു പരീക്ഷയിൽ ജയിക്കാൻ 35% മാർക്കേ വേണ്ടു. പക്ഷെ ആ കുട്ടിക്ക് കിട്ടിയത് എത്രയാണ്? 190 മാർക്ക് കിട്ടി. ഇനി എത്ര മാർക്ക് കൂടി കിട്ടിയാൽ ആ കുട്ടി ജയിച്ചേനെ? 20 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ അല്ലേ? സോ 35 എന്ന് പറയുന്നത് 210 ആണെങ്കിൽ 100 എത്രയാണെന്ന് അറിഞ്ഞാൽ പോരെ? 210 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 35. 35 6 എന്താണ്? 6 5 30, 3 6 18, 3 21. സോ എത്രയാണ്? 600 മാർക്കാണ് എന്ത്? ആകെ മാർക്ക്. ആകെ മാർക്ക് എത്രയാണ്? 600. അടുത്തത് എന്താണ്? 300ൻ്റെ 25%വും 200ൻ്റെ 30%വും തമ്മിലുള്ള വ്യത്യാസം എത്ര? 300ൻ്റെ 25%, 200ൻ്റെ 30%. 75 60. സോ എത്രയായി? 15. എത്രയാണ്? 15. ആൻസർ ബി. അടുത്തത് എന്താണ്? ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ 5000 ആണ്. അത് ഓരോ വർഷവും 10% വീതം വർദ്ധിക്കുന്നുവെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ജനസംഖ്യ എത്രയാകും? അപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് പലിശയുടെ അതേ ഒരു ടൈപ്പ് അല്ലേ? അതായത് ആദ്യത്തെ വർഷം 1000 രൂപ ഇൻട്രസ്റ്റ് ലഭിച്ചു. അത് എന്ത് ചെയ്തു? കൂട്ടുപലിശ ആണെങ്കിൽ എന്താ? അടുത്ത വർഷം ആ ഇൻട്രസ്റ്റ് കൂടി എന്തായാലും ഉൾപ്പെടും. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടിയിട്ട് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് നമ്മൾ എന്താ കാണുന്നത്? നമ്മുടെ ഈ ഒരു ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി. അതേപോലെ ഇവിടെ ആദ്യം 5000, അവിടുന്ന് അടുത്ത വർഷം ഒരു 500 പേര് കൂടി. അങ്ങനെയെങ്കിൽ അതിലൊരു വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5500-ൽ വർധനവ് വീണ്ടും 10%. പിന്നെ കിട്ടുന്നതിൻ്റെ അതും കൂടി എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു എമൗണ്ടിലേക്ക്, മീൻസ് ഇത്രയും ആളുകളിലേക്ക് ആഡ് ചെയ്ത് പോകണം അല്ലേ? അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഇട്ട് നോക്കിക്കോ. എന്താണ്? നമ്മൾക്ക് 5000 ആണല്ലോ ആദ്യത്തെ വർഷം ഉള്ള ആൾക്കാരുടെ എണ്ണം. അതിൻ്റെ എത്ര ശതമാനമാണ് വർദ്ധിക്കുന്നത്? 10%. 5000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ആണ്. നമ്മളുടെ എത്ര വർഷത്തേക്കാണ് കാണാൻ പറഞ്ഞത്? 2 വർഷത്തേക്കായതുകൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 2 ചെയ്യുക. 500 ഇൻറ്റു 2 എത്രയാണ്? 1000. ഇനി ഈ 500-ന് എന്ത് ചെയ്യണം? അടുത്ത വർഷം വർധനവ് ഉണ്ടാവും. 10% വർധനവ് ഉണ്ടാവും അല്ലേ? ഇത് ഒരു വർഷത്തേക്ക്. അപ്പോൾ 50.
അങ്ങനെ മൊത്തം എത്ര വർധനവുണ്ടായി? 1050 പേരുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ആദ്യം എത്രയായിരുന്നു? 5000 പേര്. സോ എങ്ങനെ എത്രയായി? 6050 പേരുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? 2 വർഷം കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 6050. അടുത്തത്, രാമു തൻ്റെ വരുമാനത്തിൻ്റെ 75% ചിലവഴിക്കുന്നു. അയാളുടെ വരുമാനം 20% വർദ്ധിക്കുകയും ചിലവ് 10% വർദ്ധിക്കുകയും ചെയ്താൽ അയാളുടെ സമ്പാദ്യത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും? ഇതാണ് ചോദ്യം. ഇവിടെ എന്താണ്? രാമു ഇപ്പം 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ 75% എന്ത് ചെയ്തു? അദ്ദേഹം ചെലവഴിക്കുന്നു. അയാളുടെ സേവിങ്സിലേക്ക് പോകുന്നത് 25%. ഓക്കെ. ഇനി എന്ത് ചെയ്തു? അയാളുടെ സാലറി എന്ത് ചെയ്തു? 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കൂടെ 20, അങ്ങനെ 120 സാലറി മാറി. ഇനി എന്ത് ചെയ്തു? 120 രൂപ സാലറി ആയിട്ട് മാറി. അതുപോലെ ചിലവ് എന്തായി? 10% കൂടി വർദ്ധിച്ചു. സോ 75ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര? 75ൻ്റെ 110% കണ്ടാൽ പോരെ അല്ലേ? 75 × 11. കാൽക്കുലേഷൻ എളുപ്പമാണ്. 5 പിന്നെയോ 7 12, 1 ബാക്കി 7 1 8, 82.5. കാരണം ബൈ 10 ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പം എത്രയാണ്? 82.5. ഇനി അപ്പോൾ അയാളുടെ സേവിങ്സ് എത്രയാണ്? 120ൽ 82.5 അയാളുടെ ചിലവാണ്. ബാക്കിയോ 120 മൈനസ് 82.5, അതെത്രയാണ്? 9ൽ 7 3, 37.5 ആണ് എന്തായിട്ട് മാറുന്നത്? സേവിങ്സ് ആയിട്ട് മാറുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ചോദിച്ചത്? അയാളുടെ സമ്പാദ്യത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാകും? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 37.5ഉം 25ഉം തമ്മിൽ 5 7 5 2 12.5% അല്ലേ? ഇനി ഈ 12.5% നമ്മൾ എന്ത് കാണണം? 12.5%, സോറി 12, 25 ഇത്, അതായത് 12%. ഇനി എത്ര ശതമാനം വർധനവുണ്ടെന്നല്ലേ ചോദിച്ചത്? സോ എന്ത് ചെയ്യണം? 12.5 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 അല്ലേ? ഓക്കെ. ഇനി 25 4 100 കറക്റ്റ് അല്ലേ? ഇനി 4 20, 24 8 2 10, 1 4 4 1 5. സോ 50% എന്ത് സംഭവിച്ചിരിക്കുന്നത്? വർധനവ് ഉണ്ടായിരിക്കുന്നത്. 50% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഒന്നും നോക്കണ്ട, നിങ്ങൾ 100 ബേസ് 100 ആക്കുക. അതിൽ 100ൽ 75 അയാളുടെ ചിലവും 25 അയാളുടെ സേവിങ്സുമാണ്. അടുത്ത എന്താണ്? അയാളുടെ 100ലാണ് 20% വർദ്ധിച്ചത്. അപ്പം 100ൻ്റെ കൂടി 20 കൂട്ടം 120. ഇനിയോ അയാളുടെ എന്താണ്? അയാളുടെ ചിലവ് 10% വർദ്ധിക്കുന്നതാണ്. 75ൻ്റെ എന്ത് കൂട്ടണം? 75ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 75ൻ്റെ 110% കണ്ടാൽ മതി. 75ൻ്റെ 110% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82.5. 82.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ചിലവാണ്. ഇപ്പോൾ 120 രൂപയായിരിക്കും. 82.5 എന്ന് പറഞ്ഞാൽ അയാളുടെ ചിലവാണെങ്കിൽ അയാളുടെ സേവിങ്സ് എത്രയാണ്? 37.5. സോ ആദ്യത്തെ അയാളുടെ സേവിങ്സോ 25 ആയിരുന്നു. ഇത് 100 ആയിരിക്കും 25, 120 ആയിരിക്കും 37.5. സോ 37.5 നിന്ന് 25 കുറച്ചാൽ എത്രയാണ്? 12.5 എന്ന് പറയുന്നതാണ് എന്ത്? അയാളുടെ ഇൻക്രിമെൻറ്റ്. ഇനി അത് എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 12.5 ആദ്യത്തെ വാല്യൂ എത്രയാണ്? 25 ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് വർധനം ഉണ്ടായിരിക്കുന്നത്? 50% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്തത് എന്താണ്? 20 ലിറ്റർ മിശ്രിതത്തിൽ 10% വെള്ളമുണ്ട്. സോ 20ൻ്റെ ആദ്യം 10% കാണുക. അത് 2 ലിറ്ററാണ്. അപ്പോൾ എന്താണ്? 18 ലിറ്റർ ഒറിജിനൽ എന്താണോ അതും, അത് കൂടാതെ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? 2 ലിറ്ററാണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് വെള്ളമാണ്. 2 ലിറ്റർ എന്താണ്? വാട്ടർ കണ്ടൻ്റാണ്, വെള്ളം. ഓക്കെ. എത്ര ലിറ്റർ വെള്ളം കൂടി ചേർത്താൽ വെള്ളത്തിൻ്റെ അളവ് 25%? ഈ 18 എന്ന് പറഞ്ഞാൽ എന്താണ്? 75%. കാരണം ഇതിലൊരു വ്യത്യാസവും വരുന്നില്ല. സോ 75 എപ്പോഴും, അല്ലെങ്കിൽ 18 എപ്പോഴും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എന്തിൻ്റെ അളവേ കൂടുന്നുള്ളൂ? വെള്ളത്തിൻ്റെ. അപ്പോൾ 75% എന്ന് പറയുന്നത് 18 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? 25% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 18 ഇൻറ്റു 25 ബൈ 75. 18 3 6 പ്രാവശ്യം. അപ്പോൾ ടോട്ടൽ വെള്ളം എത്രയാണ്?
6 ലിറ്ററാണ്. ഓൾറെഡി എത്ര ഉണ്ട്? 2 ലിറ്റർ ഉണ്ട്. സോ 6ന് 2 കുറയ്ക്കുക, 4 ലിറ്റർ വെള്ളവും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്താൽ മാത്രമേ 25% ആവുകയുള്ളൂ. സോ ആൻസർ എത്രയാണ്? 4 ലിറ്റർ. ഇനി അടുത്തത് എത്രയാണ്? 800ന്റെ 15% എത്ര? 800ന്റെ 15% എത്രയാണ്? 120. എത്രയാണ്? 120 അല്ലേ? 8 5 40, 1 8 8 4 12, 120. അടുത്തത് എന്താണ്? ഒരു സംഖ്യയുടെ 20% എന്നത് 45 ആയാൽ സംഖ്യ ഏത്? സിമ്പിളാണ്. കാരണം എന്താണ്? 20 എന്ന് പറയുന്നത് 45 ആണെങ്കിൽ 20 100 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 5 കൊണ്ട് അല്ലേ? അതേ സംഖ്യ കൊണ്ട് തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 5 5 25, 4 5 22, 22, 225 അല്ലേ? നമ്മളിപ്പോൾ എന്താ, ഏത് സംഖ്യ ആയിക്കോട്ടെ ശതമാനം ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ എത്രയാണ് എന്ന് കണ്ടാൽ മതി. ഇപ്പം 20 എന്ന് പറയുന്നത് 45 ആണെങ്കിൽ 100ൽ ആ സംഖ്യ എത്രയായിരിക്കും എന്ന് കണ്ടാൽ മതി. അടുത്തത് എന്താണ്? ഒരു ക്ലാസ്സിൽ 40 കുട്ടികളിൽ 30 പേർ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ ശതമാനം എത്ര? ഇവിടെ എന്താണ്? ഒരു ക്ലാസ്സിൽ മൊത്തം 40 കുട്ടികൾ, അതിൽ 30 പേര് എന്താണ്? പെൺകുട്ടികളാണ്. അപ്പോൾ 10 പേരാണ് എന്ത്? ആൺകുട്ടികൾ അല്ലേ? ഇനി അങ്ങനെയെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആൺകുട്ടികളുടെ ശതമാനമാണ് ചോദിച്ചത്. സോ 10/40 × 100. 25% എന്തുള്ളത്? നമ്മുടെ ആൺകുട്ടികൾ, ബോയ്സ് 25%. അടുത്ത എന്താണ്? ഒരു സാധനത്തിന്റെ വില 10% കുറച്ചപ്പോൾ 450 ആയി. യഥാർത്ഥ വില എത്രയായിരിക്കും? 10% കുറച്ചപ്പോൾ. അപ്പം 100 എന്ത് ചെയ്യണം? 10 കുറയ്ക്കണം. 100ന് 10 കുറച്ചാൽ എത്രയാണ്? 90 എന്ന് പറയുന്നത് 450 ആണെങ്കിൽ 100 എത്രയാണെന്ന് കണ്ടാൽ പോരെ? എന്ത് ചെയ്യണം? 450 × 100/90. 90 5 ആണല്ലോ, 450. സോ 500. ആൻസർ എത്രയാണ്? 500. ഓപ്ഷൻ ഡി. മനസ്സിലായല്ലോ? അടുത്തത്, ഒരു വ്യക്തിയുടെ ശമ്പളം ആദ്യം 10% വർദ്ധിക്കുകയും പിന്നീട് 20% വർദ്ധിക്കുകയും ചെയ്താൽ അയാളുടെ ശമ്പളത്തിൽ ഉണ്ടായ ആകെ വർധനവ് എത്ര? ഇത് നിങ്ങൾ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. x + y + xy / 100. കാരണം എല്ലാം എന്തുകൊണ്ടാണ് പ്ലസ് ഇട്ടത്? രണ്ടും വർധനവാണ്. അതിന് വർധനവല്ല, ഒന്ന് കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മൈനസ് അതിന് ഇട്ടാൽ മതി. 10% വർദ്ധിച്ചു, പിന്നെയോ 20% വർദ്ധിച്ചു, പിന്നെ 10 × 20/100. 30ഉം 2ഉം 32% എന്താണ്? വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ആകെ വർധനവ് എന്ന് പറയുന്നത് എത്രയാണ്? 32%. 10ഉം 20ഉം 30. ഇവിടുന്ന് 0s ക്യാൻസലായി 2ഉം. അപ്പോൾ 32% എന്താ സംഭവിച്ചിരിക്കുന്നത്? വർധനവ് നടന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാം പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ഇതേപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ കിട്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേഷൻസ് ഈസി ആക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്തായിപ്പോവും? ചുരുങ്ങിപ്പോവും. ഓക്കെ. ഒരു പരീക്ഷയിൽ 60% വിദ്യാർത്ഥികൾ കണക്കിൽ പാസ്സായി, 70% ഇംഗ്ലീഷിൽ പാസ്സായി, 20% വിദ്യാർത്ഥികൾ 2 വിഷയങ്ങളിലും തോറ്റെങ്കിൽ 2 വിഷയങ്ങളിലും പാസ്സായവരുടെ ശതമാനം എത്ര? ഇവിടെ എന്താണ്? 60% വിദ്യാർത്ഥികൾ കണക്കിൽ, 70% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ. ഇനി 20% വിദ്യാർത്ഥികൾ 2 വിഷയം തോറ്റാൽ 80% വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? 2 വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പാസ്സാവോ? അല്ലേ? അതായത് 2 വിഷയങ്ങളിൽ തോറ്റു. അപ്പോൾ ഒരു വിഷയത്തിൽ തോറ്റ അല്ലെങ്കിൽ 2 വിഷയത്തിന് വിജയിച്ചവരൊക്കെ കൂടി ചേർന്നിട്ട് എത്രയാണ്? 80 ആണ് അല്ലേ? ഇവിടുന്നോ? ഇവിടെ 60% വിദ്യാർത്ഥികൾ കണക്കിൽ പാസ്സായി. അതിൽ കണക്കിൽ പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷിൽ പാസ്സായവരുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കുക. അതുപോലെ ഇവിടെയോ മാത്സിൽ പാസ്സായവർ ഉണ്ടാവുകയും ചെയ്യാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. സോ ഈ 80 എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റവരും അല്ലെങ്കിൽ
എന്താണ് എല്ലാ വിഷയത്തിലും ജയിച്ചവർ ഈ 80-ൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ 2 വിഷയത്തിലും തോറ്റവരാണ് 20%. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 60 70 കൂട്ടിയാൽ എത്രയായി? 130 അല്ലേ? ഈ 130 എന്ന് പറയുന്നത് എന്താണ്? അതിൽ മാത്സിൽ പാസ്സായവരുണ്ടാവും, ഇംഗ്ലീഷിൽ പാസ്സായവരുണ്ടാവും, മാത്സിൽ ഇംഗ്ലീഷിലും കൂടി പാസ്സായവരും ഉണ്ടാവും. പക്ഷേ ഈ 80 എന്ന് പറയുന്നതോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2 വിഷയത്തിലും പാസ്സായവരുടെ ശതമാനം കിട്ടി അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 60 70 കൂട്ടുക, 130 എന്ത് ചെയ്യുക? 80 കുറയ്ക്കുക. 130 80 കുറച്ചാൽ എത്രയായി? 50. കാരണം ഈ 60 + 70 എന്ത് ഉൾപ്പെട്ടു? ഈ 80 ഉൾപ്പെട്ടു. അതായത് 20% വിദ്യാർത്ഥികൾ 2 വിഷയത്തിലും തോറ്റു. 80% വിദ്യാർത്ഥികളോ? 80% വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പാസ്സായിട്ടുണ്ടാകാം. നമുക്കതിൻ്റെ ഒരു സ്പെസിഫിക് ഇത് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 130 80 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 50% വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? 2 വിഷയത്തിലും പാസ്സായി. അടുത്തത്, ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 600-ന് വാങ്ങി 750-ന് വിറ്റു. ലാഭശതമാനം എത്ര? അപ്പം എന്തായി? 600-ന് വാങ്ങി 750. അപ്പോൾ അവിടെ എത്രയായി? 150 രൂപേൻ്റെ ഡിഫറൻസ് വന്നു. ഇനി ലാഭശതമാനമല്ലേ? അപ്പോൾ ആദ്യത്തെ വില, വാങ്ങിയ വില എത്രയാണ്? 600 × 100. %25. ഞാനിവിടെ എന്താ ചെയ്തതെന്നറിയോ? 6-നെ സ്പ്ലിറ്റ് ചെയ്ത് 3ഉം 2ഉം, ഇത് 15 × 10. അപ്പോൾ 15-ൽ 3 5 പ്രാവശ്യം, 10-ൽ 2 5 പ്രാവശ്യം. സോ 25% ലാഭം. ഇനി അടുത്ത എന്താണ്? ഒരു സ്കൂളിൽ 80% വിദ്യാർത്ഥികൾ ഹാജരുണ്ടായിരുന്നു. 200 വിദ്യാർത്ഥികൾ ഹാജരില്ലെങ്കിൽ സ്കൂളിലെ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര? ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സ്കൂളിൽ 80% വിദ്യാർത്ഥികൾ ഹാജരുണ്ടായിരുന്നു. അപ്പോൾ 200 വിദ്യാർത്ഥികൾ ഹാജരില്ല എന്ന് പറഞ്ഞാൽ 20% വിദ്യാർത്ഥികൾ എന്തില്ല സ്കൂളിൽ. ആ 20%-മാണ് 200. എങ്കിൽ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 കണ്ടപ്പോൾ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 1000. 200 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-ആണ്. അടുത്തത് എന്താണ്? ഒരു നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 5% വർദ്ധിക്കുന്നു. നിലവിലെ ജനസംഖ്യ 10% 2 വർഷം കഴിയുമ്പോൾ ജനസംഖ്യ എത്രയാകും? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 10,000-ന് എന്ത് കണ്ടാൽ മതി? 5%. 10,000-ന് 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 500 × 100. സോറി 500 × 2 1000. ഇനി 500 × 5%, അതെത്രയാണ്? 25 അല്ലേ? 5 × 5 25. സോ 1025. 10,000-ൻ്റെ കൂടെ 1025 കൂട്ടിയാൽ എത്രയാ? 11,025. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, 11,025. അടുത്തത് എന്താണ്? ഒരു വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 40% വോട്ടുകൾ ലഭിച്ചു. രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 12,000 വോട്ടുകളാണെങ്കിൽ ആദ്യ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുകൾ ലഭിച്ചു? ഓപ്ഷൻ ബ്രാക്കറ്റിൽ മറ്റാരും മത്സരിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് 2 പേര് മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആദ്യത്തേത്? ഒരു സ്ഥാനാർത്ഥിക്ക് 40, രണ്ടാമത്തെ സ്ഥാനാർത്ഥി. സോ 60 എന്ന് പറയുന്നതാണ്. കാരണം ഒരാൾക്ക് 40% കിട്ടിയാൽ മറ്റേ ആൾക്ക് എന്തായാലും എന്തായിരിക്കണം? 60%. 60 എന്ന് പറയുന്നത് 12,000 എങ്കിൽ രണ്ടാമത് 40 എത്രയാണെന്ന് അറിഞ്ഞാൽ പോരെ. കാരണം മറ്റേ ആൾക്ക് 40% അല്ലേ? 12,000-ൻ്റെ എന്ത് ചെയ്താൽ മതി? 40/60. 8,000 വോട്ടാണ് ആർക്ക് ലഭിച്ചത്? ആദ്യത്തെ വ്യക്തിക്ക് ലഭിച്ച വോട്ട്. 40% വോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? 8,000. അടുത്ത എന്താണ്? ഒരു സ്കൂളിൽ 1200 വിദ്യാർത്ഥികളുണ്ട്. അതിൽ 30% പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? നമുക്ക് ഒരു സ്കൂളിൽ 1200 ഉണ്ട്. ഇനി 1200-ൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്?
30% പെൺകുട്ടികളാണെങ്കിൽ 30% പെൺകുട്ടികൾ. അപ്പോൾ ആൺകുട്ടികളോ 70%. നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി, 1200ന്റെ 70% കണ്ടാൽ മതി. 12 7 84 840. 840 ആരാ ഉള്ളത്? ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 840. അടുത്തത് എന്താണ്? ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 1500 വിറ്റപ്പോൾ 20% ലാഭം ലഭിച്ചു. സാധനത്തിന്റെ യഥാർത്ഥ വില എന്താണ്? 1500 വിറ്റപ്പോൾ 20% ലാഭമല്ലേ? സോ 120 എന്ന് പറയുന്നതാണ് 1500. അങ്ങനെയെങ്കിൽ 100 എത്രയാണ്? 1500 × 100 / 120. 100ൽ 20 5 പ്രാവശ്യം. ഇവിടെ 6. ഇനിയോ ഈ 6 നമുക്ക് എന്ത് ചെയ്യാം? 6ൽ 3 5 പിന്നെ 2 100ൽ 50. സോ എത്രയായി? 125. 1250. എത്രയാണ് ആൻസർ? 1250. രാമുവിൻ്റെ ശമ്പളം 20% കുറഞ്ഞതിന് ശേഷം 16,000 രൂപയായി. യഥാർത്ഥ ശമ്പളം എത്രയായിരുന്നു? അപ്പോൾ ശമ്പളം 20% കുറഞ്ഞു. സോ 100ന് 20 കുറച്ചാൽ എത്രയാണ്? 80. 80 എന്ന് പറയുന്നതാണ് എന്ത്? 16,000. അങ്ങനെയെങ്കിൽ 100 എത്രയായിരുന്നു? യഥാർത്ഥ ശമ്പളം അല്ലേ? 16,000 × 100 / 80. എത്രയാ? 20,000 രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം. 20,000 രൂപ. അടുത്ത എന്താണ്? ഒരു പരീക്ഷയിൽ 250 ചോദ്യങ്ങളുണ്ട്. അതിൽ 60% ശരിയാക്കിയാൽ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായി? സോ 250ന്റെ എന്ത് കണ്ടാൽ മതി? 60% കണ്ടാൽ മതി. എത്രയാണ്? 150 അല്ലേ? 6 5 30 26 12 3 15 150. അടുത്ത എന്താണ്? ഒരു വസ്തുവിൻ്റെ വില 10% വർദ്ധിക്കുകയും പിന്നീട് 5% കുറയുകയും ചെയ്താൽ ആകെ ശതമാന മാറ്റം എത്ര? എന്ത് ചെയ്തു? 10% വർദ്ധിച്ചു, പിന്നെ എന്താ കുറയുന്നത്? അതുകൊണ്ടാണ് മൈനസ്. അപ്പം മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 10 × 5 / 100. 10 5 വർഷത്തിന് 5 10 × 5 50. 50/100 എന്ന് പറഞ്ഞാൽ 1/2. സോ 5ന്ന് 0.5 കുറച്ചാൽ എത്രയാണ്? 4.5% എന്ത് വന്നിരിക്കുന്നത്? വർധനവ്. 4.5% വർധനവ്. മനസ്സിലായല്ലോ? അടുത്തത്, ഒരു കച്ചവടത്തിൽ ഒരു സാധനം 400ന് വിറ്റപ്പോൾ 20% നഷ്ടം സംഭവിച്ചു. എത്ര രൂപയ്ക്കാണ് അത് വാങ്ങിയത്? സോ 20% നഷ്ടം എന്ന് പറഞ്ഞാൽ 100ന്ന് 20 കുറയ്ക്കുക 80. 80 എന്ന് പറയുന്നതാണ് 400 എങ്കിൽ 100 എത്രയാണ്? 400 × 100 / 80. 80 5 അല്ലേ? 80 5 400. സോ 500 രൂപയാണ് എന്ത്? അതിൻ്റെ യഥാർത്ഥ വില. എത്ര രൂപയ്ക്കാണ് അത് വാങ്ങിയത്? 500 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. അടുത്തത്, 250ന്റെ 30%, 300ന്റെ 20% തമ്മിലുള്ള തുക എത്രയാണ്? സമ്മാണ് നമ്മളോട് ചോദിച്ചത്. ഇതിൻ്റെ സബ്ട്രാക്ഷൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. 250ന്റെ 30%വും 300ന്റെ 20%വും തമ്മിലുള്ള വ്യത്യാസം 75 60 135. എത്രയാണ്? 135. ഒരു നഗരത്തിലെ ജനസംഖ്യ 10% വർദ്ധിക്കുകയും പിന്നീട് 10% കുറയുകയും ചെയ്താൽ ആകെ ശതമാന മാറ്റം എത്രയായിരുന്നു? 1% കുറവ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു -x²/100. എക്സ് ഇവിടെ 10 ആണ്. 10ന്റെ 1% കുറവ് അല്ലേ? 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. -100/100 -1. സോ 10% എന്ത് വന്നിരിക്കുന്നു? കുറവ് സംഭവിച്ചിരിക്കുന്നു. ഓക്കെ. ഒരു വിദ്യാർത്ഥിക്ക് ഒരു പരീക്ഷയിൽ 40% മാർക്ക് ലഭിച്ചു. അയാൾ 20 മാർക്കിന് തോറ്റു.
പാസ് മാർക്ക് 50% പരീക്ഷയുടെ ആകെ മാർക്ക്. ഇവിടെ 40% മാർക്കാണ് ലഭിച്ചത്. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു? 20 മാർക്കിന് തോറ്റു. പാസ് മാർക്ക് എന്ന് പറയുന്നത് 50ആണ്. സോ 40ഉം 50ഉം 50ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 എന്ന് പറയുന്നതാണ് 20 എങ്കിൽ 100 എത്രയാണ്? 200 അല്ലേ? കാരണം 10 100 10 കൊണ്ട് ഗുണിച്ചു. 20നെ എന്തുകൊണ്ട് ഗുണിക്കണം? 10 കൊണ്ട് ഗുണിക്കണം. സോ 200. ഒരു മിശ്രിതത്തിൽ 40 ലിറ്ററിൽ 20% ആൽക്കഹോൾ ഉണ്ട്. എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ ആൽക്കഹോളിന്റെ അളവ് 10% ആകും? ഒരു മിശ്രിതത്തിൽ 40 ലിറ്ററിൽ 20%, 40ന്റെ 20% ആദ്യം കാണാം. 8. അപ്പൊ 8% എന്താണ്? ആൽക്കഹോൾ. ഇനി ഈ 8 എന്ന് പറയുന്നത് എന്താണ്? 10% ആകണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? 8 എന്ന് പറയുന്നത് 10% എങ്കിൽ നമുക്ക് എന്ത് വേണം? 100 എന്ന് പറഞ്ഞാൽ എത്രയാ? 80 അല്ലേ? അപ്പൊ 10% എന്ന് പറയുന്നത് 8 ആണെങ്കിൽ, ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ ചെയ്യേ. ഒരു മിശ്രിതത്തിൽ 40 ലിറ്ററിൽ 20% ആൽക്കഹോൾ. സോ 40ന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 8 ലിറ്റർ. 8 ലിറ്റർ എന്താണ്? ആൽക്കഹോൾ കണ്ടന്റ് ആണ്. 8 ലിറ്റർ ആൽക്കഹോളും ബാക്കി 32 ലിറ്റർ എന്തുമാണ്? വാട്ടർ കണ്ടന്റുമാണ് അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ആ 8 ലിറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് കണക്കാക്കുക? 10%. 8 10 ആവണമെങ്കിൽ ഈ 32ൽ എത്ര കൂടണം? സോ 10 എന്ന് പറയുന്നത് 8 ലിറ്റർ ആണെങ്കിൽ 10% ആൽക്കഹോൾ ആണെങ്കിൽ ടോട്ടൽ 100 എന്ന് പറയുന്നത് എത്രയാണ്? 80 ലിറ്റർ ആണ്. 80 ലിറ്റർ ആണ്. സോ 10% എന്ന് പറയുന്നത് 8 ലിറ്റർ ആണെങ്കിൽ ബാക്കി 100% എന്ന് പറയുന്നത് 80 ആണ്. അതിൽ 80ൽ 8 കുറച്ചാൽ എത്രയാണ്? 72% എന്തായിരിക്കണം? വാട്ടർ കണ്ടന്റ് ആയിരിക്കണം. ഓൾറെഡി 32 ലിറ്റർ എന്താണ്? വാട്ടർ ഉണ്ട്. സോ ഇനി എത്ര കയറിയാൽ മതി? 40 ലിറ്റർ വെള്ളവും കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 40 ലിറ്റർ. അടുത്തത് 300ന്റെ 15% എത്ര? 45. 300ന്റെ 15% എത്രയാണ്? 45. ഒരു സംഖ്യയുടെ 25% എന്നത് 75 ആയാൽ സംഖ്യ ഏതാണ്? ഒരു സംഖ്യയുടെ 25 എന്ന് പറയുന്നത് 75 എങ്കിൽ 100. സോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, കാരണം 25 4 100, 75 4, 4 20, 7 4 28 2 30, 300. അടുത്തത് ഒരു സാധനത്തിന് 10% വില വർദ്ധിച്ചപ്പോൾ 550. യഥാർത്ഥ വില എത്രയായിരുന്നു? 10% വർദ്ധിച്ചപ്പോൾ 110 എന്ന് പറയുന്നത് 550 ആണെങ്കിൽ 100 എത്രയാണെന്ന് കണ്ടാൽ പോരെ? സോ 550 × 100/110. സോ ആൻസർ എന്താണ്? 500. എത്രയാണ്? 500. അടുത്തത് ഒരു ക്ലാസ്സിലെ 50 വിദ്യാർത്ഥികൾ 40 പേർ പരീക്ഷയിൽ വിജയിച്ചു. പരാജയപ്പെട്ടവരുടെ ശതമാനം എത്ര? 10 50ൽ എത്രയാന്ന് കണ്ടാൽ പോരെ? 20% പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പരാജയപ്പെട്ടത്. ഓപ്ഷൻ ഡി 20%. കാരണം എന്താണ്? 50 വിദ്യാർത്ഥികൾ 40 പേർ പരീക്ഷയിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ തോറ്റവർ എത്രയാണ്? 10 പേരാണ്. 10 പേര് എന്ന് പറയുന്നത് എത്രയാണ്? 50ൽ 10 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തോറ്റിരിക്കുന്നത്. സോ 50ൽ 10ന്റെ ശതമാനം കണ്ടാൽ മതി. അപ്പൊ എന്താണ്? 10/50 × 100. ഇനി എന്താണ്? ഒരു നഗരത്തിലെ ജനസംഖ്യ 25,000 ആണ്.
അത് ഒരു വർഷം 10% വർദ്ധിച്ചാൽ പുതിയ ജനസംഖ്യ എത്രയാകും? സോ നമുക്ക് നേരത്തെ അറിയാം 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000. അങ്ങനെയെങ്കിൽ 110 എത്രയാന്ന് കണ്ടാൽ മതിയല്ലോ. 25,000 ഇൻറ്റു 110/100. സോ എത്രയാണ്? 5, 7, 2 27,500. 27,500. ഇനി ഒരു സാധനം 800-ന് വാങ്ങി 640-ന് വിറ്റാൽ നഷ്ടശതമാനം എത്ര? അപ്പൊ 800-ഉം 640-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 160 അല്ലേ? 0, 640, 671, 8. ഓക്കെ, 160 ഡിവൈഡ് ബൈ 800 ഇൻറ്റു 100. 20% എന്ത് സംഭവിച്ചിരിക്കുന്നത്? നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 20% നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഒരു തുകയുടെ 40% എന്നത് 120 ആയാൽ ആ തുകയുടെ 75% എത്രയായിരിക്കും? ഒരു തുകയുടെ 40 എന്ന് പറയുന്നത് 120, അങ്ങനെയെങ്കിൽ 75 എത്രയാ? എന്ത് ചെയ്യണം? 120 ഇൻറ്റു 75/40. 40 3 120. സോ 75 3 എത്രയാണ്? 225 അല്ലേ? 3 5 15, 7 3 21 22, 225. അടുത്തത് എന്താണ്? ഒരു വിദ്യാർത്ഥിക്ക് 200 മാർക്ക് ലഭിച്ചു. ഇത് ആകെ മാർക്കിന്റെ 50% ആണെങ്കിൽ ആകെ മാർക്ക് എത്ര? അപ്പൊ എത്രയാണ് കുട്ടിക്ക്? 50% മാർക്കാണ് ആ കുട്ടി. 50 എന്ന് പറയുന്നത് 200 ആണെങ്കിൽ 100 എത്രയെന്ന് കണ്ടാൽ പോരെ? സോ 100 എത്രയാണ്? 400. കാരണം 50 100 ആവാൻ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 200 400 ആവാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത? 200-ന് എന്തുകൊണ്ട് തന്നെ ചെയ്യണം? 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 200 ഇൻറ്റു 2 400. ഇനി അടുത്തത്, ഒരു കടയിലെ സാധനങ്ങളുടെ വില 20% വർദ്ധിക്കുകയും പിന്നീട് 20% കുറയുകയും ചെയ്താൽ ആകെ വിലയിൽ വന്ന മാറ്റം എത്ര ശതമാനം? ഇപ്പൊ എത്രയാണ്? ആദ്യം 20 വർദ്ധിച്ചു, 20 കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? 20 മൈനസ് 20 മൈനസ് 20 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100. എത്രയാണ്? സോ ഇതും എന്തായി? ക്യാൻസലായി. നോക്കിയേ, 400/100 എന്ന് പറഞ്ഞാൽ -4. 4 എന്ന് പറഞ്ഞാൽ 4% എന്താ വന്നിരിക്കുന്നത്? കുറവ് സംഭവിച്ചു. 4% കുറവ് സംഭവിച്ചു. ഒരു ഫർണിച്ചർ കടയിൽ 12,000 രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് 10% ഡിസ്കൗണ്ട് ലഭിച്ചു എങ്കിൽ ആ മേശയുടെ പുതിയ വില എത്ര? ഇപ്പം എന്ത് ചെയ്താൽ മതി? 12,000 എന്ന് പറയുന്നത് 100 ആണെങ്കിൽ 90 കണ്ടാൽ മതി. 100 എന്ന് പറയുന്നത് 12,000 ആണെങ്കിൽ 90 എത്രയാണെന്ന് കണ്ടാൽ മതി. അപ്പം എന്താ ചെയ്താൽ മതി? 12,000 ഇൻറ്റു 90/100. സോ 10,800. 10,800 എന്ന് പറയുന്നതാണ് ഡിസ്കൗണ്ട് പ്രൈസ്. ഓക്കെ, നമ്മളിപ്പം പേഴ്സൻറ്റേജിൻ്റെ, ഇനി PSC പരീക്ഷയ്ക്ക് പേഴ്സൻറ്റേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റില്ല. നമ്മൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ക്ലബ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.